ഒരു വീട് നിർമ്മിക്കാൻ പോകുമ്പോൾ അതിൻ്റെ പ്ലാനിങ്ങിൻ്റെ സമയത്തും അതുപോലെ തന്നെ അതിനുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്തും പല കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് ഈ വീടിനുള്ളിലെ ചൂട് ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇത്തരത്തിൽ ഒരു വീടിൻ്റെ പ്ലാനിങ് നടക്കുന്ന സമയത്തും അതുപോലെ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സുബിൻ തോമസ്, അഷെവിൽ ആർക്കിടെക്ചറിലെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റാണ്. നമ്മൾ ഒരു വീടിൻ്റെ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഈ കോമൺ സ്പേസുകളിൽ മാക്സിമം ഡബിൾ ഹൈറ്റുകൾ കൊടുക്കാറുണ്ട്. അത് ഈ പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഈ ഡബിൾ ഹൈറ്റുകൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ നമ്മൾ അതിൻ്റെ മേളിലെ പോർഷനിൽ ഈ ലൂവേഴ്സ് ആയിട്ടുള്ള വിൻഡോസും കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ലൂവേഴ്സിലൂടെ സ്ഥിരം ഒരു എയർ സർക്കുലേഷൻ നടക്കുന്ന രീതിയിലായിരിക്കും ഈ വീടിനുള്ളിലെ ചൂട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അതായത് ഇത് പ്രധാനമായിട്ട് നടക്കുന്നത് ഈ സ്റ്റാക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു പ്രൊസീജിയറിലൂടെയാണ്. അതായത് നമ്മുടെ ചൂട് എയറിനെ സംബന്ധിച്ച് അതിൻ്റെ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അത് എപ്പോഴും മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മുകളിലേക്ക് ഉയർന്ന സമയത്ത് അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ഉണ്ടായിട്ട് തണുത്ത എയർ ഉള്ളിലേക്ക് വരാനായിട്ടുള്ള കാരണമാകും. ഇത്തരത്തിൽ ഈ ചൂടെയർ മേളിലേക്ക് ഉയർന്നു കഴിയുമ്പോഴത്തേനും ഈ ലൂവേഴ്സ് ഉള്ള ആ ഭാഗത്തൂടെ ഫുൾ ടൈം ഒരു എയർ സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് ഈ ചൂടെയർ എപ്പോഴും വെളിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം ആ ചൂടെയർ പോകുന്നതനുസരിച്ച് ഈ സ്റ്റാക്ക് എഫക്റ്റിലൂടെ തണുത്ത എയർ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത്തരത്തിലാണ് നമ്മൾ ചൂടിനെ ഈ പ്ലാനിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഡിസൈനിൻ്റെ സമയത്ത് ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗത്ത് അല്ലെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ നമ്മൾ ക്യൂപോളുകൾ കൊടുക്കാറുണ്ട്. അവിടുന്ന് വീണ്ടും കുറച്ചുകൂടെ പൊങ്ങിയിട്ട് ഈ എയറിന് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതിയാണ് ഈ ക്യൂപോളുകളുടെ കൺസ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ ഈ ചൂടുള്ള എയർ അതിന് ഡെൻസിറ്റി കുറവായത് തന്നെ മുകളിലേക്ക് ഉയർന്ന് ഈ ക്യൂപോളുകൾക്കുള്ളിലൂടെ അത് വെളിയിലേക്ക് സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് തണുത്ത എയർ വീടിനുള്ളിലേക്ക് കടന്നു വരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെ ഇപ്പോൾ ഉള്ള എല്ലാ വീടുകളിലും നമ്മൾ ഒരു കോർട്ട്യാർഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കോർട്ട്യാർഡിൽ നമ്മൾ നല്ല രീതിയിൽ ഇൻറ്റീരിയർ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിനുള്ളിലെ ചൂട് നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഈ ഇൻറ്റീരിയർ പ്ലാന്റ്സ് നല്ല തിക്കായിട്ട് നിൽക്കുന്ന ഇൻറ്റീരിയർ പ്ലാന്റ്സിൻ്റെ പ്രസൻസിൽ ഈ ചൂട് കുറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ചെടീനെ സംബന്ധിച്ച് അത് അതിൻ്റെ വേരിലൂടെ വലിച്ചെടുക്കുന്ന വെള്ളത്തിൻ്റെ ഒരു 5%, 6% ഒക്കെ ഉള്ളൂ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഒരു 90 to 95% വെള്ളം എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റെമ്മിലൂടെയും ലീഫിലൂടെയൊക്കെ ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയറിലൂടെ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് അല്ലെ വീടിനുള്ളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ട്രാൻസ്പിറേഷൻ വഴി വരുന്ന വെള്ളത്തിൻ്റെ പ്രസൻസ് കൊണ്ട് ഈ വീടിനുള്ള ചൂട് നമുക്ക് ഒരു പരിധി വരെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇൻറ്റീരിയർ പ്ലാന്റിൽ അതായത് നല്ല തിക്കായിട്ടുള്ള ഇലകളുള്ള ഇൻറ്റീരിയർ പ്ലാന്റ്സ്, അതായത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ വീപ്പിൻ ഫിഗ്, റബ്ബർ പ്ലാന്റ്, അതുപോലെയുള്ള ഈ ചെടികൾ നമ്മുടെ ഇൻറ്റീരിയറിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കോർട്ട്യാർഡുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനത്തെ ഇൻറ്റീരിയർ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ഈ വീടിനുള്ളിലെ ചൂട് കുറയ്ക്കാനായിട്ട് പറ്റും. ഒരു വീടിനുള്ളിലേക്ക് പ്രധാനമായിട്ടും ചൂട് കടന്നു വരുന്നത് അതിൻ്റെ റൂഫ് സ്ലാബിലൂടെയും അതുപോലെ തന്നെ വാളിലൂടെയും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഈ റൂഫ് സ്ലാബിലൂടെ തന്നെ ചൂട് കടന്നു വരുന്നതിനെ നമുക്ക് പല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വേണമെങ്കിൽ ട്രസ് വർക്ക് ചെയ്തിട്ട് റൂഫിംഗ് ടൈലോ അല്ലെങ്കിൽ റൂഫിംഗ് ഷീറ്റോ ഒക്കെ ഇട്ട് ഇതിലേക്ക് സൂര്യപ്രകാശം ഡയറക്റ്റ് വരുന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് ചൂട് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടൊക്കെ കിടക്കുന്ന ടെറസുകളാണെങ്കിൽ ഇപ്പോൾ ട്രസ് വർക്ക് ചെയ്ത് റൂഫിംഗ് ടൈലോ റൂഫിംഗ് ഷീറ്റോ ഒന്നും ഇട്ടിട്ടില്ലാത്ത ടെറസുകളാണെങ്കിൽ നമുക്ക് അതിന് മുകളിലടിക്കുന്ന പെയിൻറ്റ് ഹീറ്റ് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള പെയിൻറ്റുകൾ അടിച്ചിട്ട് നമുക്ക് ചൂടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഹീറ്റ് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള പല പെയിൻറ്റുകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള പെയിൻറ്റുകൾ ഈ ടെറസിൽ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഈ ചൂടിനെ ഒരു 40 ഡിഗ്രി വരെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ജോൺസൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കൂൾ റൂഫ് ടൈൽസ് എന്ന് പറഞ്ഞ ചില ടൈലുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് അത്തരത്തിലുള്ള ടൈലുകൾ നമ്മൾ ഈ ടെറസിൽ വിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചൂടിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ആ ടൈലുകൾ എന്ന് പറയുന്നത് തന്നെ ഈ സൺ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ടൈലുകളാണ്. ഒരു തരത്തിലും ചൂട് നമ്മുടെ ഈ ടൈലിനുള്ളിലൂടെ കടന്നിട്ട് നമ്മുടെ റൂഫ് സ്ലാബിൽ വന്നിട്ട് വീടിനുള്ളിൽ ചൂട് കൂടുന്നതിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ടൈലുകൾ ഉപയോഗിക്കുന്നതിലൂടെ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു മാർഗ്ഗം നമുക്ക് റൂഫ് സ്ലാബിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ റൂഫ് ഗാർഡൻസ് ആണ്. ഇപ്പം നമ്മൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നൊരു മെത്തേഡാണിത്. അപ്പം ഈ റൂഫ് സ്ലാബിൽ നമ്മൾ ഈ റൂഫ് ഗാർഡൻ ചെയ്യുന്നതിലൂടെ ഇപ്പം നമുക്കൊരു സോയിലിൻ്റെ ലെയർ ഉണ്ടാവും, അതിന് മുകളിൽ നമ്മൾ ഇപ്പം ഗ്രാസ് വെച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റ് ചെടികൾ വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലെയർ ഈ റൂഫിൻ്റെ മേളിൽ വരുന്നതിലൂടെ നമുക്ക് ഈ ചൂട് ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റൂഫ് ഗാർഡൻ ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കണം എന്ന് മാത്രം, അല്ലെങ്കിൽ നമുക്ക് റൂഫിന് ഡാമേജോ അല്ലെങ്കിൽ ലീക്കോ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള മെത്തേഡിലൂടെ നമുക്ക് ഈ റൂഫ് സ്ലാബിനുള്ളിലേക്ക് ചൂട് പെനട്രേറ്റ് ചെയ്ത് വന്നിട്ട് വീടിനുള്ളിൽ ചൂട് കൂടുന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും.
അതുപോലെ തന്നെ നമ്മൾ വാളിലൂടെ ഉള്ളിലേക്ക് വരുന്ന ചൂടിനെ കൺട്രോൾ ചെയ്യാൻ പ്രധാനമായിട്ടും നമ്മൾ അതിനുവേണ്ടി വാളിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലുള്ള സെലക്ഷനിലൂടെയാണ് വരുന്നത്. നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സിമെൻറ്റ് കൊണ്ടുള്ള സോളിഡ് ബ്ലോക്ക് ആയിരിക്കും. അതിന് പകരം നമ്മൾ ക്ലേ ബ്രിക്കോ അല്ലെങ്കിൽ ലാറ്ററൈറ്റ് ബ്രിക്കോ പോറോത്തേം ബ്രിക്കോ AC ബ്ലോക്കോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചൂടിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വാളിൻ്റെ തിക്നെസ്, നമ്മൾ ഔട്ടർ വാളിന് മാത്രം തിക്നെസ് കുറച്ച് കൂട്ടി കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഈ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്ത് വരുന്ന ചൂടിനെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ വാളുകൾക്ക് കൊടുക്കുന്ന ഷെയ്ഡും ഈ ചൂടിനെ കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ സൺഷെയ്ഡുകൾ ഈ വാളിന് ത്രൂ ഔട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഡയറക്റ്റ് സൺലൈറ്റ് ഈ വാളിലേക്ക് അടിക്കുന്നതിനെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ചൂട് ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് വീടിനുള്ളിലെ ചൂട് കുറയുന്നതിന് അതൊരു കാരണമാകും. അതുപോലെ തന്നെ നമ്മൾ ഈ വാൾ പ്ലാസ്റ്ററിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഇൻറ്റീരിയർ പ്ലാസ്റ്ററിങ്ങിലേക്ക് വരുമ്പോൾ സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിനേക്കാളും ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂട് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റും. അത് നമ്മുടെ പല പ്രോജക്റ്റുകളിലും നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തതിലൂടെ നമുക്ക് ഡയറക്റ്റ് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജിപ്സം എന്ന് പറയുന്ന മെറ്റീരിയൽ തന്നെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ പുറത്തുള്ള ചൂട് ഈ ഉള്ളിലേക്ക് കടന്നു വരുന്നതിനെ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ജിപ്സം പ്ലാസ്റ്ററിങ്ങിലൂടെ നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ റൂമുകൾക്ക് കൊടുക്കുന്ന ഹൈറ്റും ഈ ചൂടിനെ കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മളൊക്കെ പണ്ട് 9 അടിയും 10 അടിയൊക്കെ ആയിരുന്നു മാക്സിമം ഈ റൂമുകൾക്കൊക്കെ ഹൈറ്റ് കൊടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ 11 അടിയും 12 അടിയൊക്കെ ഹൈറ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഡിസൈനൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പോൾ റൂമുകൾക്കും ഒക്കെ ഇത്രയും ഹൈറ്റ് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഈ റൂമിനുള്ള ചൂടിനെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഫോൾ സീലിംഗ്, നമ്മൾ സീലിങ്ങുകളൊക്കെ ചെയ്ത് മൊത്തത്തിൽ ഈ റൂഫിനെ ഒരു ഇൻസുലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഫോൾ സീലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ റൂഫ് സ്ലാബിനുള്ളിൽ നിന്ന് റൂമിനുള്ളിലേക്ക് വരുന്ന ചൂടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പെയിൻറ്റിൻ്റെ കളറാണ്. നമ്മളിപ്പോൾ വാളുകളിലും അതുപോലെ തന്നെ സീലിങ്ങിലും ഒക്കെ ലൈറ്റ് കളർ പെയിൻറ്റുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വെളിയിൽ നിന്നുള്ള ചൂട് അല്ലെങ്കിൽ ഈ ചൂട് അബ്സോർബ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. നമുക്കറിയാം ഈ ലൈറ്റ് കളറുകൾ പൊതുവെ ഈ ലൈറ്റിനെ അല്ലെ ചൂടിനെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡാർക്ക് കളറുകൾ ഇതിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അപ്പം അത്തരത്തിൽ നമ്മൾ ഡാർക്ക് കളറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റൂമിലുള്ള ചൂട് കൂടുകയും ലൈറ്റ് കളറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റൂമിലുള്ള ചൂട് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഡിസൈനിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വിൻഡോസിൻ്റെയും അതുപോലെ തന്നെ ഡോർസിൻ്റെയൊക്കെ പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ വിൻഡോസിൻ്റെ കാര്യങ്ങളാണ് തന്നെ നമ്മളിപ്പം ഇപ്പോൾ ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വിൻഡോ യൂസ് ചെയ്യുമ്പോഴത്തേനും അതിലെ ഗ്ലാസ്സിലൂടെയാണല്ലോ ചൂട് കൂടുതൽ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഗ്ലാസ്സുകൾ കൊടുക്കുന്ന സമയത്ത് ഡബിൾ ഗ്ലേസ്ഡ് ആയിട്ടുള്ള ഗ്ലാസ്സുകൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചൂട് ഈ ഗ്ലാസ്സിനുള്ളിലൂടെ അകത്തേക്ക് വരുന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ നമ്മുടെ ഡൈനിങ്ങിലോ അല്ലെങ്കിൽ ഫാമിലി ലിവിങ്ങിലോ ഒക്കെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ വലിയ സ്ലൈഡിങ് ഡോർസ് കൊടുക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഡോറിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്ലാസ്സിലൂടെ നമുക്ക് വെളിയിൽ നിന്നുള്ള ചൂട് നല്ല രീതിയിൽ ഉള്ളിലേക്ക് വരുന്നതിന് കാരണമാവും. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ഗ്ലാസ്സുകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഗ്ലാസ്സിനെ നമ്മുടെ നോർമൽ ഗ്ലാസ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഗ്ലാസ്സുകളാണ് ഈ ഡബിൾ ഗ്ലേസ്ഡ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഈ ഡബിൾ ഗ്ലേസ്ഡ് ഗ്ലാസ് എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ 2 ഗ്ലാസ്സിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതിനകത്തേക്ക് നമ്മൾ ഈ ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ ക്രിപ്റ്റൺ, ആർഗൺ അതുപോലുള്ള ഗ്യാസുകൾ ഫില്ല് ചെയ്യും. അപ്പം ഇത്തരത്തിൽ ഈ ഗ്ലാസ്സുകളുടെ ഇടയിൽ ഈ ഗ്യാസിൻ്റെ പ്രസൻസ് കൊണ്ട് നമുക്ക് ഈ വെളിയിൽ നിന്ന് വരുന്ന ചൂട് ഉള്ളിലേക്ക് കടക്കാതെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ മറ്റ് ഗ്ലാസ്സുകളിൽ അല്ലെങ്കിൽ വീടിനുള്ളിൽ നമ്മുടെ ജനലുകൾക്കും അല്ലെങ്കിൽ UPVC പോലുള്ള സ്ലൈഡിംഗ് വിൻഡോസിനും ഒക്കെ കൊടുക്കുന്ന ഗ്ലാസ്സുകളിൽ ഈ UV പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഫിലിംസ് കൊടുക്കാൻ പറ്റും. ത്രീമ പോലുള്ള ബ്രാൻഡുകളുടെ UV പ്രൊട്ടക്റ്റഡ് ഫിലിംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിലിംസ് നമ്മൾ ഗ്ലാസ്സിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചൂട് ഉള്ളിലേക്ക് വരുന്നതിന് ഒരു 70% വരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ വിൻഡോസ് പ്ലേസ് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വീടിൻ്റെ നമ്മുടെ ഒരു ഭൂപ്രകൃതിക്ക് അനുസരിച്ച് നമ്മൾ ചൂട് കൂടിയ ഭാഗങ്ങളിലെ വിൻഡോസിൻ്റെ സൈസ് കുറച്ചിട്ട് ചൂട് കുറഞ്ഞ ഭാഗങ്ങളിലെ വിൻഡോസ് നല്ല വലുപ്പത്തിൽ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു ഭൂപ്രകൃതി അനുസരിച്ചിട്ട് നമ്മുടെ ഒരു സൗത്ത് സൈഡിലും അതുപോലെ വെസ്റ്റ് സൈഡിലും ചൂട് താരതമ്യേന കൂടുതലായിരിക്കും. അപ്പോൾ ആ സൈഡുകളിലുള്ള വിൻഡോസിൻ്റെ വലിപ്പം നമ്മൾ കുറച്ചിട്ട് നോർത്ത് സൈഡിലും ഈസ്റ്റ് സൈഡിലും ഉള്ള വിൻഡോസ് നല്ല വലിപ്പത്തിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂടിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ സൗത്ത് സൈഡിൽ നിന്നും സൗത്ത് വെസ്റ്റ് കോർണറിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് കോർണറിലേക്കുള്ള ഒരു ക്രോസ് വെന്റിലേഷനും ഈ പ്ലാനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഇൻഷുർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു കാറ്റും ഒക്കെ കടന്നു വരുന്നത് നമ്മുടെ സൗത്ത് വെസ്റ്റ് സൈഡിൽ നിന്നായിരിക്കും. സൗത്ത് വെസ്റ്റ് ടു നോർത്ത് ഈസ്റ്റ് സൈഡിലേക്കായിരിക്കും നമ്മുടെ ഒരു കാറ്റിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അത്തരത്തിൽ നമ്മൾ ഈ സൗത്ത് വെസ്റ്റ് സൈഡിലൂടെ വീടിനുള്ളിലേക്ക് എയർ കയറി നോർത്ത് ഈസ്റ്റ് സൈഡിലൂടെ വെളിയിലേക്ക് പോകുന്ന രീതിയിൽ ഒരു ക്രോസ് വെന്റിലേഷൻ കൊടുക്കുന്ന തരത്തിലായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ ഡിസൈൻ ചെയ്യുന്നതിലൂടെ വീട്ടിൽ എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ ഉണ്ടായി വീടിനുള്ളിലെ ചൂട് കുറയാനായിട്ട് അതൊരു കാരണമായിട്ട് വരും. ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ പ്ലാനിങ്ങിൻ്റെയും അതുപോലെ തന്നെ മെറ്റീരിയൽ സെലക്ഷനിലും ഒക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ആ വീടിനുള്ളിലെ ചൂട് കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുതിയ വീട് പണിയാൻ തയ്യാറെടുക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു.
മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.